ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചക്കയുടെ കൂഞ്ഞിൽ വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ട് ഈ സ്പാച്ചിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തെറിക്കില്ലല്ലോ. അതുപോലെ കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം. ചട്ടി പുകഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഉണ്ടാക്കുന്ന കറിക്കും ഒരു പുകച്ചവ ഉണ്ടാവും. മൺചട്ടി ആകുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അതങ്ങനെ ആകുന്ന സമയത്ത് ഇത് പച്ചച്ചക്കയുടെ കൂഞ്ഞിൽ ഭാഗമുണ്ടല്ലോ, അത് തലേ ദിവസം ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ കളറൊന്നും ചേഞ്ച് ചെയ്യാതെ കിട്ടും. അതുപോലെ പഴുത്ത ചക്കയുടെ കൂഞ്ഞിലെടുക്കരുത്. പച്ചച്ചക്കയുടെ ആ മുകൾ ഭാഗം ഉണ്ടല്ലോ, വൈറ്റ് പോർഷൻ, അത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ ഒരു സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഈ ഒരു തോരന് ചെറിയ ജീരകത്തെക്കാളും നല്ല ടേസ്റ്റ് പെരിഞ്ജീരകത്തിനാണ് കേട്ടോ. അപ്പോൾ ഞാനിതിടയ്ക്ക് ചക്കയുടെ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ ചക്ക കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യാറുള്ള റെസിപ്പിയാണ്. അപ്പോൾ പെരിഞ്ജീരകം ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ആവശ്യത്തിനുള്ള ഉപ്പും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ കൂഞ്ഞിൽ ഭാഗവും വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുടഞ്ഞൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു ആവിയിലിരുന്നിട്ട് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു പോർഷനല്ലേ ഈ ചക്കയുടെ കൂഞ്ഞിൽ ഭാഗം. എങ്കിലും ഞാൻ പെട്ടെന്നൊന്ന് റെഡിയാകാൻ വേണ്ടി ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതൊക്കെ ഏതാണ്ട് ഒരു കണക്കിൽ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടി. അപ്പോൾ ഈ മുളക് പൊടിക്ക് എരിവില്ലാത്തതാണ്, പച്ചമുളകിനും കാര്യമായിട്ടുള്ള എരിവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അവിയലിനൊക്കെ തേങ്ങ ഇത്തിരി കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുത്തോ. ഇനി അതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ഒന്ന് വെന്ത് വരാനുണ്ട്. ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി അത് നന്നായിട്ട് വെന്തതിന് ശേഷം പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ചതച്ചെടുത്താൽ മതി. ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. പിന്നെ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചേർത്ത മസാലയും വെജിറ്റബിളും എല്ലാം കൂടിയും, അതേത് കറിയാണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതിലേക്ക് ഒരിത്തിരി വെള്ളം കൂടി ചേർത്താൽ മാത്രമേ എല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഒന്നിൽ തൊടാത്ത രീതിയിൽ ഇങ്ങനെ വിട്ട് നിൽക്കും. അപ്പം മസാലകളെല്ലാം ഒന്ന് ചേർന്ന് വരാൻ വേണ്ടി ഒരാവശ്യത്തിനുള്ള ഇത്തിരി വെള്ളം ചേർത്ത്, നല്ല ചൂടായിട്ടുണ്ട് കലം, കൈയൊക്കെ പൊള്ളി, എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ആ അരപ്പ് ഒന്ന് ചൂടായി വരട്ടെ. ഉപ്പുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. കൈ ഇപ്പം കണ്ടില്ലേ, നന്നായിട്ട് പീസൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്താൽ ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് അടച്ചു വെക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടുള്ളൂ. അതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ സൈഡായിട്ട് ചപ്പാത്തിക്ക് കഴിക്കാം, അതല്ല ചായക്ക് കഴിക്കാം, ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് പപ്പടം വറുത്തത്, കണ്ണിമാങ്ങയുടെ അച്ചാർ, അതല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തത്, ഇതൊക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും വെറുതെ മോര് കൂട്ടി കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ കമൻറ്റ് അറിയിക്കുക. താങ്ക്